പ്രതിഷേധം പതിവായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ കുരിയ ഫാദർ ജോഷി പുത്തൂരിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കി. സമാധാനപരമായി ബിഷപ്പ് ഹൌസിനുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം. പിടിവലിയിൽ വൈദികർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി പ്രതിഷേധക്കാർ. പോലീസിന്റെ ബാരിക്കേഡുകൾ വരെ തകർത്തു. തുടർന്ന് ദിവസങ്ങളായി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികർക്കെതിരെ സഭ നടപടിയെടുത്തു. ഇതിനിടയിലാണ് അതിരൂപതയിലെ പുതിയ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പുതിയ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. 2023 ഡിസംബർ 7-നാണ് മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. 2024 സെപ്റ്റംബറിൽ ആരോഗ്യകാരണങ്ങളാൽ രാജി സമർപ്പിച്ചു എന്നാണ് സീറോ മലബാർ സഭയുടെ വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കം ഉൾപ്പെടെയുള്ളവയിൽ പരിഹാരം കണ്ടെത്തുക അടക്കമുള്ളവയായിരിക്കും മാർ ജോസഫ് പാംപ്ലാനിയുടെ കർത്തവ്യം. വിമത വിഭാഗം പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരാധനാക്രമത്തിലെ അഭിപ്രായങ്ങൾ തെരുവിലെ സംഘർഷമാക്കി മാറ്റരുതെന്ന് മുന്നറിയിപ്പും സഭ നൽകി. പ്രതിഷേധം തുടർന്നാൽ നടപടി കടുപ്പിക്കാനും സാധ്യതയുണ്ട്. 24 കൊച്ചി.